യാത്ര നീതിയുടെ ഉദാഹരണം. ജെറുസലേം കീഴടക്കിയ സമയത്ത് അവിടുത്തെ താക്കോൽ ഏറ്റുവാങ്ങാൻ ഉമർ അങ്ങോട്ട് യാത്ര തിരിച്ചു. കൂടെ ഒരു സഹായിയും ഒരു ഒട്ടകവും മാത്രമാണുണ്ടായിരുന്നത്. അവർ ഒരു നിബന്ധന വെച്ചു. കുറച്ചു ദൂരം ഉമർ ഒട്ടകപ്പുറത്തിരിക്കും, അപ്പോൾ സഹായി ഒട്ടകത്തെ നയിക്കും. അടുത്ത കുറച്ചു ദൂരം സഹായി ഒട്ടകപ്പുറത്തിരിക്കും, അപ്പോൾ ഉമർ ഒട്ടകത്തെ നയിക്കും. അവർ ജെറുസലേം നഗരത്തിനടുത്തെത്തിയപ്പോൾ ഒട്ടകപ്പുറത്തിരിക്കാനുള്ള ഊഴം സഹായിയുടേതായിരുന്നു. ഖലീഫയായ ഉമർ ഒട്ടകത്തെ നയിച്ചു നടക്കുകയാണ്. ഇത് കണ്ട ജനങ്ങൾ അത്ഭുതപ്പെട്ടു. വസ്ത്രത്തിൽ അനേകം തുന്നലുകളുള്ള ഒട്ടകത്തെ നയിച്ചു വരുന്ന ഈ മനുഷ്യനാണോ ലോകം പേടിക്കുന്ന ഖലീഫ എന്ന് അവർ വിശ്വസിക്കാനായില്ല. അധികാരത്തിന്റെ ജാടകളില്ലാത്ത ആ നീതിബോധം കണ്ട് അവിടുത്തെ ജനങ്ങൾ ആകൃഷ്ടരായി. 2. തുന്നലുകളുള്ള വസ്ത്രം, ലളിത ജീവിതം. ഒരിക്കൽ വെള്ളിയാഴ്ച പ്രസംഗം ഖുതുബ നടത്താൻ ഉമർ അല്പം വൈകിയാണ് എത്തിയത്. വൈകിയതിന്റെ കാരണം ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ധരിക്കാൻ ഈ ഒരു വസ്ത്രം മാത്രമേയുള്ളൂ. അത് കഴുകി ഉണങ്ങാൻ കാത്തിരുന്നതുകൊണ്ടാണ് ഞാൻ വൈകിയത്. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പലയിടത്തും തോൽ കഷ്ണങ്ങൾ കൊണ്ട് തുന്നിച്ചേർത്ത അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലെ തുന്നലുകൾ എണ്ണിയപ്പോൾ അത് 15ഓളം വരുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അത്രമേൽ ലളിതമായിരുന്നു ആ മഹാന്റെ ജീവിതം. ഉമർ ന്റെ ചില പ്രശസ്തമായ വചനങ്ങൾ. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് സ്വയം വിചാരണ ചെയ്യുക. യൂഫ്രട്ടീസ് നദിക്കരയിൽ ഒരാട് വിശന്നു മരിച്ചാൽ പോലും അതിന്റെ പേരിൽ അള്ളാഹു എന്നോട് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. മാതാക്കൾ സ്വതന്ത്രരായി പ്രസവിച്ച മനുഷ്യരെ നിങ്ങൾ എന്നു മുതലാണ് അടിമകളാക്കാൻ തുടങ്ങിയത്?